ഹലോ ഗായ്സ്, ഇന്നത്തേതൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്താ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അതായത് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ വെറൈറ്റി ആയിട്ട്. അപ്പോൾ എനിക്കിന്ന് സ്പൈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചില്ലോക്സ്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചപ്പാത്തി എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ചപ്പാത്തി നമുക്ക് മുറിക്കണം. ഏത് ഷേപ്പിൽ വേണേലും മുറിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു നമുക്ക് നീളത്തിൽ അരിയാം. അപ്പോൾ ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്യട്ടെ. ഓക്കെ, മുറി ഐ തിങ്ക് നമ്മളെ നീളത്തിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം വേണ്ട, പിച്ചണ്ട ഞാൻ മുറിച്ചാൽ മതി. പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ ചപ്പാത്തി ഞാനാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇത് ഇത്ര കട്ടി. ഒന്നും വിചാരിക്കരുത്. മുറിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വിടാം. ഓക്കെ, കത്തി മൂർച്ചയില്ലാത്തതെന്നാണ് തോന്നണേ. ചപ്പാത്തീൻ്റെ പ്രശ്നമില്ല. ഓക്കെ അപ്പോൾ ഗൈസ്, നമ്മൾ ചപ്പാത്തി എല്ലാം മുറിച്ച് പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചപ്പാത്തി എല്ലാം അരിഞ്ഞു. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒരു 1 2 3 4 5 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ 6 ബ്രെഡും നമുക്ക് മുറിക്കണം. അപ്പം ഇതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിക്കാം. ഷേപ്പൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഞാൻ ഇത് ചെറുതാക്കി മുറിക്കാൻ പോകണം. ഓക്കെ, ഒരു 3 പീസ് ആദ്യം ആക്കാം. എന്നിട്ട് നമ്മളിതിനെ ഓക്കെ ഈ ഒരു വലിപ്പത്തിലൊക്കെ മതിയാവും. വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ മതി. ഓക്കെ, ശരി. ഓക്കെ, ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്, തരൂല. നെക്സ്റ്റ് ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബ്രെഡൊക്കെ മുറിച്ചു. അപ്പം നമുക്ക് ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റിയിൽ കണ്ടോ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചപ്പാത്തിയും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉള്ളി എടുക്കണം, തക്കാളി എടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഉള്ളിയും തക്കാളിയും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി തൊലിയൊക്കെ ചെത്തി കഴുകി, തക്കാളിയും അതുപോലെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് വലിയുള്ളിയാണ് എടുത്തത്. ഈ ഒരു സൈസ് മതി, കാരണം കുറച്ചല്ലേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, സോ ഓക്കെ, അപ്പം നമ്മൾ ഉള്ളി കട്ട് ചെയ്തു. ഇനി തക്കാളി കട്ട് ചെയ്യണം. ഓക്കെ, ഈ കട്ടിംഗ് പാഡിൽ മൊത്തം ബ്രെഡ് നമ്മൾ മുറിച്ചില്ലേ അതിൻ്റെ പൊടിയാണ്, കുഴപ്പമില്ല.
തക്കാളി ഇത് നൈസാക്കാം. തക്കാളി ഇത് വേണ്ട, ഇങ്ങനെ ആക്കി ഈ ഒരു അളവിലാക്കിയാൽ മതി. ഈ ഒരു പരിവം മതി. ഇനി നമുക്കിതിൽ പച്ചമുളക് ഇടാം. പച്ചമുളക് എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ അരിയാം. ഓക്കെ. ഞെട്ടിയൊക്കെ കളയാം ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളിയായി, തക്കാളിയായി, പച്ചമുളകായി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ബ്രെഡും ചപ്പാത്തിയും. ഒരു മുട്ടയും കൂടി ഇടാം അല്ലേ? ഒരു മുട്ടയും കൂടി ഇടാം ഗൈസ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം മുട്ട ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ ദേ ഇവിടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇടാം. ഓക്കെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ കൂടെ ഇടാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്. ഇത് നമ്മുടെ ആവശ്യാനുസരണം ഇടാം. ഇത്ര മതിയാവും. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഇടാം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് അധികം മുളക് പൊടിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഉള്ളിയെല്ലാം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട പൊട്ടിച്ചിടാം. അപ്പം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അതിലോട്ട് ഡയറക്റ്റ് പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ചിട്ടതും ഇതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മുട്ടയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആ ബ്രെഡും ചപ്പാത്തിയും കൂടി ഇടാം. അപ്പോൾ ഇതാ ബ്രെഡും ചപ്പാത്തിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നാലും ആ ഒരു ബ്രെഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതാ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മസാലയും ചപ്പാത്തിയും ബ്രെഡും മുട്ടയും എല്ലാം കൂടെ നല്ല മിക്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സംഭവം എന്താ റെഡിയായി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു പേരിടണമല്ലോ. അപ്പോൾ പേരിടൽ ചടങ്ങാണ്. സംഭവം ബ്രെഡുണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പം മുട്ടയും ഉണ്ട്. ചപ്പാത്തി ബ്രെഡ് ബുൾസേ നട്ടാലോ? അല്ല, ബുൾസേ അല്ലല്ലോ, ഓംലെറ്റ്. അപ്പോൾ ചാപ്രെഡ് ഓംലെറ്റ്, ചാപ്രെറ്റ് എന്നിടാം. ചപ്പാത്തി ബ്രെഡ് ഓംലെറ്റിലെ ചാപ്രെറ്റ് ബുൾസൈ അല്ല, ചാപ്രെറ്റ് റോസ്റ്റ് ഗൈസ്. അപ്പോൾ ചാപ്രെറ്റ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ കുഴപ്പമില്ല, ഒരു സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ എന്തായിട്ട് വേണേലും കഴിക്കാം. എരിവൊക്കെ ഉണ്ട്. നമ്മൾ ഉപ്പിട്ടതും എരിവിട്ടതും എല്ലാം മിക്സ് ആയിട്ടുണ്ട് എല്ലാത്തിനോടും. പക്ഷെ മുട്ട കുറച്ചുകൂടി ഇടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, സൂപ്പറായിട്ടുണ്ട്. ചാപ്പ് ബ്രെഡ് ലൈറ്റ് റോസ്റ്റ് നിങ്ങളപ്പോൾ ഉണ്ടാക്കി നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. സംഭവം എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്, കൊള്ളാലോ. ഓക്കെ ഗസ്, അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ഗൈസ്, ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.